നിങ്ങളുടെ മോന് ലഹരിക്കടിമയാണ് എന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു അച്ഛനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണീരോട് കൂടി ഓരോ ദിവസവും തള്ളി നീക്കേണ്ടി വരുന്ന ഒരു അമ്മയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ കാണുമ്പോൾ പേടിയോടുകൂടി നോക്കേണ്ടി വരുന്ന പെങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം ഭാര്യയും മക്കളും ഭയത്തോടു കൂടി നിങ്ങളെ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു സാങ്കല്പികമല്ല. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ലഹരി എന്ന മഹാവിപത്ത് സൃഷ്ടിച്ച യാഥാർത്ഥ്യങ്ങളാണ്. അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ ഒരു പയ്യനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ലഹരിക്കടിമയായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നാട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. ശരീരം പോലും ഇന്ന് തളർന്നിരിക്കുന്നു. ഇന്ന് എനിക്ക് എൻ്റെ അനിയന്മാരോടും ജ്യേഷ്ഠന്മാരോടും പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരു നിമിഷത്തിന് സന്തോഷത്തിന് വേണ്ടി ഒരായുസ് മുഴുവൻ നിങ്ങൾ ബലി കൊടുക്കരുത് എന്ന്. ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രിയദർശിനി പദ്ധതി ഒന്നല്ല കേട്ടോ. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ചത് ഓപ്പറേഷൻ തൂഫാനിലെ ഓരോ പ്രവർത്തനങ്ങളാണ്. അത് നമ്മുടെ അമ്മയെ, നമ്മുടെ അച്ഛനെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ ഭാര്യയെയും മക്കളെയും ഭർത്താവിനെ, കുടുംബത്തെ രക്ഷിക്കുന്ന രക്ഷാ കവചമാണ്. ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മറ്റൊരാൾക്ക് കഴിയരുത്. നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടി നമുക്ക് രക്ഷപ്പെടുത്തണം. നമ്മുടെ നാട് ലഹരി മുക്തമാവട്ടെ. സേ യെസ് ടു ലൈഫ്, നോട്ട് ടു ഡ്രഗ്സ്.